ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകതയുണ്ട്. ശാന്തിഗിരി ആശ്രമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷ ദിനമാണിന്ന്. നവപൂജിതം ആഘോഷങ്ങളുടെ സമർപ്പണമായി ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൽ പൂർണ്ണ കുംഭമേള. ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആത്മീയ അവസ്ഥാ പൂർത്തീകരണം നടന്ന ദിവസത്തെ അനുസ്മരിച്ചാണ് ചടങ്ങ്. ശുഭ്രവസ്ത്രധാരികളായി വ്രതനിഷ്ഠയോടെ എത്തുന്ന ആയിരക്കണക്കിന് ഗുരുഭക്തർ ഇന്ന് നടക്കുന്ന കുംഭഘോഷയാത്രയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. രശ്മി, ആഘോഷം തുടങ്ങിയോ? കൃഷ്ണരാജ്, രാവിലെ മുതൽ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു. പ്രത്യേക ചടങ്ങുകളൊക്കെ ശാന്തിഗിരിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ഭക്തരാണ് ഇവിടേക്ക് രാവിലെ മുതൽ എത്തുന്നത്. നവപൂജിതം ആഘോഷങ്ങളുടെ സമർപ്പണമായിട്ടാണ് ശാന്തിഗിരി ആശ്രമത്തിൽ പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്താണ് പൂർണ്ണ കുംഭമേള. ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആത്മീയ അവസ്ഥാ പൂർത്തീകരണം നടന്ന 1973 കന്നി 4 മാസത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഈ ഒരു പൂർണ്ണ കുംഭമേള. താമര പർണശാലയിൽ ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്വിയും ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയും ചേർന്നാണ് ആശ്രമ കുംഭം നിറയ്ക്കുന്നത്. ഇതോടുകൂടിയാണ് പ്രാർത്ഥന ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കമായത്. ഇന്നിപ്പോൾ രാവിലെ 5 മണിക്ക് ആരാധന ഉണ്ടായിരുന്നു. സന്യാസി സംഘത്തിന്റെ പ്രത്യേക പുഷ്പാഞ്ജലി ഉൾപ്പെടെ നടന്നിരുന്നു. രാവിലെ 6-ന് ധ്വജം ഉയർത്തുന്ന ചടങ്ങുണ്ടായിരുന്നു. 7 മണി മുതൽ പുഷ്പ സമർപ്പണവും അതോടൊപ്പം തന്നെ ഇനി 11 മണിക്ക് ഗുരുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് കുംഭഘോഷയാത്ര നടക്കുന്നത്. തുടർന്ന് മറ്റു ചില പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. രാത്രി 9-ന് വിശ്വ സംസ്കൃതി കലാരംഗം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു ആഘോഷമാണ് ശാന്തിഗിരിയിലെ ഈ ഒരു കുംഭമേള. വളരെ ഭക്തി നിർഭരവും വ്രതനിഷ്ഠവുമായ ഒരു ആചരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പുണ്യവും കർമ്മപ്രാപ്തിയും നൽകും എന്നുള്ളതാണ് വിശ്വാസം. ഇവിടേക്ക് എത്തുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ശുഭ്രവസ്ത്രധാരികളായി വ്രതനിഷ്ഠയോടെ എത്തുന്ന ആയിരക്കണക്കിന് ഗുരുഭക്തരെ നമുക്കിവിടെ കാണാൻ കഴിയും. രാവിലെ 5 മണി 6 മണി സമയത്തൊക്കെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഇപ്പോഴും ഗുരുഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ വൈകുന്നേരത്ത് മൺകുടങ്ങളിൽ ഔഷധങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ തീർത്ഥം നിറച്ച് പീതവസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് നാളികേരവും മാവിലയും ഒക്കെ വെച്ച് പുഷ്പങ്ങളാൽ അലങ്കരിച്ചുകൊണ്ടാണ് ഈ കുംഭങ്ങൾ തയ്യാറാക്കുന്നത്. അത് കാണാൻ തന്നെ വലിയൊരു പ്രത്യേകത നിറഞ്ഞ ചടങ്ങാണ്. ഇത് പ്രാർത്ഥനാപൂർവം ശിരസിലേറ്റിക്കൊണ്ടാണ് ഭക്തർ ആശ്രമ സമുച്ചയം വലം വെച്ച് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് കുംഭങ്ങൾ ഗുരുപാദത്തിൽ സമർപ്പിക്കും. കുംഭം എടുക്കാൻ കഴിവില്ലാത്ത നിലയിൽ എന്തെങ്കിലും രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ കൂടി മറ്റൊരു കുടുംബാംഗത്തിന് വേണ്ടി, അതായത് ആ ഒരു സുഖമില്ലാത്ത ആൾക്ക് വേണ്ടി കുടുംബത്തിലെ മറ്റൊരാളാണ് വ്രതം നോറ്റ് കുംഭം എടുക്കുന്നത്. കുംഭം എടുക്കുന്നവർക്ക് 7 ദിവസത്തെ വ്രതവും മുത്തുക്കുട എടുക്കുന്നവർക്ക് 1 ദിവസത്തെ വ്രതവുമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള ഗുരുഭക്തർ അണിനിരക്കുന്ന കുംഭമേളയ്ക്ക് പഞ്ചവാദ്യത്തിന്റെ ഒക്കെ തന്നെ അകമ്പടി ഉണ്ടാകും. ഏതായാലും ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ ശാന്തിഗിരി ഈ ആശ്രമത്തിലെ ഈ ചടങ്ങുകൾ. അത് ഇവിടെ എത്തുന്ന ഭക്തർക്കും അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ ഒരു ആശ്രമം നൽകുന്നത്. ഏതായാലും രാവിലെ 5 മണിക്ക് ആരംഭിച്ച പ്രത്യേക ചടങ്ങുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്.